ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 28, പേജ് നമ്പർ 511. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസി കർമ്മബന്ധനൈഃ സന്ന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. പദാനുപദം. ഏവം ഇപ്രകാരം. ശുഭാശുഭഫലൈഃ ശുഭാശുഭഫലങ്ങളോടു കൂടിയ കർമ്മബന്ധനൈഃ കർമ്മബന്ധങ്ങളാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോക്ഷ്യസേ നീ മോചിപ്പിക്കപ്പെടും, മുക്തനായി തീരും. വിമുക്തഃ വിമുക്തനായി. സന്ന്യാസയോഗയുക്താത്മാ സന്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ചിട്ട് മാം എന്നെ ഉപേക്ഷ്യസി നീ പ്രാപിക്കും. വിവർത്തനം. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. ഭാവാർത്ഥം. ഭഗവൻ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിലേർപ്പെടുന്ന ആളാണ് യുക്തൻ. സാങ്കേതികമായ പദം യുക്തവൈരാഗ്യമെന്നത്രേ. രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധു 2:255 ഈ തത്വം വിശദീകരിക്കുന്നു. അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുഞ്ജതഃ നിർബന്ധഃ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ. രൂപഗോസ്വാമി പറയുകയാണ്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അത് നിർത്തിവെക്കാനാവില്ല. കർമ്മഫലമത്രയും കൃഷ്ണൻ അർപ്പിക്കുന്നതിനെയാണ് യുക്തവൈരാഗ്യമെന്നു പറയുന്നത്. സന്യാസത്തിൽ ഉറച്ചുനിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ആ കർമ്മങ്ങൾ മനോദർപ്പണത്തിലിഴുകിച്ചേർന്ന മാലിന്യമെല്ലാം നീക്കുന്നു. കർത്താവ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ പുരോഗമിച്ച് ക്രമേണ ഭഗവാന് പൂർണ്ണമായും സമർപ്പിതനാവും. അവസാനം ആ ഭക്തന് മുക്തിയും സിദ്ധിക്കുന്നു. ആ മുക്തി എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അയാൾ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുകയല്ല, മറിച്ച് ഭഗവദ്ധാമം പൂകുകയാണ് ചെയ്യുന്നത്.
ഈ സവിശേഷതയിലേക്ക് വിരൽ ചൂണ്ടുന്നു മാമുപൈഷ്യസി എന്ന വാക്ക്. മാമുപൈഷ്യസി എന്നാൽ അയാൾ എന്നെ പ്രാപിക്കുന്നു, സ്വധാമത്തിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണർത്ഥം. 5 തലങ്ങളാണ് മുക്തിക്കുള്ളത്. ജീവിതകാലം മുഴുവൻ ഭഗവത് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ച ഒരാൾ മരണാനന്തരം വൈകുണ്ഠപദത്തിലെത്തി കൃഷ്ണന്റെ നിത്യസപര്യയിലേർപ്പെടത്തക്കവണ്ണം പരിപൂർണതയാർജിക്കുമെന്ന് ഈ പദ്യം വെളിവാക്കുന്നു. ഭഗവത് സേവനത്തിനായി സ്വജീവിതം അർപ്പിക്കുന്നതിലൊഴികെ മറ്റൊന്നിലും താത്പര്യമില്ലാത്ത ഒരാൾ വാസ്തവത്തിൽ സന്യാസി തന്നെ. അങ്ങനെയുള്ള ഭക്തൻ ഭഗവദിച്ഛയ്ക്കു വിധേയനായ നിത്യദാസനായിട്ടാണ് തന്നെ കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് താൻ ചെയ്യുന്നത് എന്തും ഭഗവാനു വേണ്ടിയായിരിക്കും. അദ്ദേഹം എന്തു ചെയ്യുന്നതും ഭഗവത് സേവനമായിരിക്കും. വേദവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളിലോ ഫലോദിഷ്ട കർമ്മങ്ങളിലോ അദ്ദേഹത്തിന് ശ്രദ്ധ കുറയും. സാധാരണ ജനങ്ങൾ നിഷ്ഠയോടെ വേദവിധികൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഭഗവത് സേവനത്തിൽ തികച്ചും മുഴുകിയ ഒരു പരമഭക്തൻ ചിലപ്പോൾ വേദവിധികൾക്കെതിരായി പ്രവർത്തിക്കുന്നതുപോലെ തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിബുദ്ധിമാന്മാർക്കു പോലും ദുർഗ്രാഹ്യങ്ങളാണ് ഒരു ശുദ്ധഭക്തന്റെ പ്രവൃത്തികളും പരിപാടികളുമെന്ന് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ ആധികാരികമായി പ്രസ്താവിച്ചിട്ടുണ്ട്. താന്ത്രവാക്യ ക്രിയാമുദ്ര വിഘ്നേഹന ബുജ്ജയ. ചൈതന്യ ചരിതാമൃതം മധ്യ 23:39. എപ്പോഴും ഭഗവത് സേവനത്തിലേർപ്പെട്ടുകൊണ്ടും ഏതെല്ലാം വിധത്തിൽ കൃഷ്ണനെ സേവിക്കാമെന്നും സദാ ചിന്തിച്ചുകൊണ്ടുമിരിക്കുന്നവൻ മുക്തനായി കഴിഞ്ഞുവെന്ന് നിശ്ചയിക്കാം. ഭാവിയിൽ സ്വഗേഹത്തിലേക്ക്, ഭഗവദ്ധാമത്തിലേക്ക് അയാൾ തിരിച്ചെത്തുമെന്നും ഉറപ്പിക്കാം. കൃഷ്ണനെന്ന പോലെ അയാളും ഭൗതിക വിമർശനങ്ങൾക്കതീതനാണ്. ഹരേ കൃഷ്ണ.